ഹലോ, ഇന്ന് നമ്മൾ പാസ്തയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഷേപ്പ് അനുസരിച്ച് പാസ്തയുടെ പേര് മാറും. സോ നമ്മൾ ഇന്ന് പെനി ടൈപ്പ് പാസ്തയാണ് എടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് മതിയാകും, ഒരു ഹാഫ് ഒനിയൻ, ഒരു ഹാഫ് ക്യാരറ്റ്, ബട്ടർ, ചീസ് ആൻഡ് മൈദ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ പൊടി ഐറ്റംസിൽ കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സാധനങ്ങളാണ് പാസ്തയും പാലും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം ഒരു പാനിൽ കുറച്ച് വെള്ളം എടുത്ത് ചൂടാക്കാൻ വെക്കണം. വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമുക്ക് കുറച്ച് ഓയിൽ ചേർക്കാം. ബട്ട് ഞാൻ ഓയിൽ ചേർക്കാൻ മറന്നുപോയി, എന്നാലും പാസ്ത ഒട്ടിപ്പിടിച്ചില്ല. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സോൾട്ട് ചേർത്ത് വേവിക്കുക. ഇത് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് പണികളുണ്ട്. വെജിറ്റബിൾസ് എല്ലാം ചെറിയ പീസസായി കട്ട് ചെയ്ത് വെച്ച ശേഷം പാൻ ചൂടാക്കി അതിലേക്ക് 1 സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് ബട്ടർ മെൽറ്റായി വന്ന ശേഷം നമ്മുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ആദ്യം ഒന്ന് നന്നായി വഴറ്റിയെടുത്ത ശേഷം ബാക്കിയുള്ള വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസിന് വേണ്ടി കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുക്കായ വെജിറ്റബിൾസ് നമുക്കൊന്ന് മാറ്റിയെടുത്ത് വെക്കാം. ഈ ടൈം കൊണ്ട് നമ്മുടെ പാസ്ത ഇവിടെ കുക്കായിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് ഒരു പാൻ ചൂടാക്കി ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ബട്ടറിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായി കുറച്ച ശേഷം മാത്രം മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറിൽ മൈദയെ നന്നായി മിക്സ് ചെയ്ത് ഏകദേശം ഒരു പേസ്റ്റ് രൂപമായി കഴിഞ്ഞാൽ അതിലേക്ക് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായി മിക്സ് ആയ ശേഷം അതിലേക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ചീസും നമുക്ക് കൊടുക്കാം. പക്ഷേ ഇതിന് കുറച്ചുകൂടി നല്ലത് പാർമെസൻ ചീസാണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്രഷ് ക്രീം വേണേലും പാലിനും മൈദയ്ക്കും വേണ്ടിയിട്ട് പകരമായിട്ട് യൂസ് ചെയ്യാം. കുറച്ചുകൂടി ടേസ്റ്റ് അതിനായിരിക്കും ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ പാസ്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രഷ് ക്രീമും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് പൊടി ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പെപ്പർ, കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതുപോലെ തന്നെ ഒറിഗാനോ. ഇത്രയും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത അല്ലെങ്കിൽ ആൽഫ്രെഡോ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം. ഫ്രഷ് ക്രീം ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ 2 രീതിയിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വിക്കായിട്ട് നമുക്ക് വിശക്കുമ്പോൾ ഒന്ന് ഉണ്ടാക്കണം. നമുക്ക് ഉള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ എളുപ്പമുള്ള മാർഗ്ഗമാണ് ഈ പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം ഈ വൈറ്റ് സോസ് പാസ്ത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബൈ ബൈ.